Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 27-ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒന്നാമത്തെ പാർട്ട്, ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ. രണ്ടാമത്തെ പാർട്ട്, if the smallest angle is 40 degree, what are the other angles? മൂന്നാമത്തെ പാർട്ട്, can the smallest angle be 36? ഇവിടെ 3 പാർട്ടുണ്ട്. അപ്പോൾ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡഡ് പോളിഗൺ ആണ്, 5 വശമുള്ള പഞ്ചഭുജമാണ്. ഇത് റെഗുലർ അല്ല, അതായത് സമഭുജ അല്ല. വശങ്ങളുടെ നീളങ്ങൾ വ്യത്യാസമാണ് എങ്കിൽ മാത്രമേ ഉള്ളത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ വരത്തുള്ളൂ. അപ്പോൾ പെൻറ്റഗണിൽ 5 വശങ്ങൾക്ക് പല നീളമാണ്, അപ്പോൾ പല കോണുകൾ വരും. കോണുകളുടെ അളവുകളൊക്കെ വ്യത്യാസമായിരിക്കും. ഇനി നമുക്കറിയാവുന്നത് എന്താണ്? സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ പെൻറ്റഗൺ, അത് 540 ആണ് നമുക്കറിയാം. സം ഓഫ് ദി ആംഗിൾസ്, ഞാൻ പറഞ്ഞു 5 കോണുകളുണ്ട്. 5 കോണുകളുടെയും കൂടെ തുകയാണ് 540. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഒരു കോണിൻ്റെയും അളവറിയത്തില്ല. നമുക്ക് മിഡിൽ ആയിട്ട് വരുന്ന കോണിൻ്റെ അളവിനെ എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെയാണ്. ഈ കോണുകളുടെ അളവ് എന്ത് തന്നിട്ടുണ്ടല്ലേ, സമാന്തര ശ്രേണിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടേം വരുന്നത് എന്താ? എക്സിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എക്സ് പ്ലസ് ഡി ആണ്. അടുത്ത ടേം എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2d ആയി. ഇനി ഇതിനെ മിഡിൽ ടേം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പം ഒരു ഡി കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് മൈനസ് ഡി അല്ലേ. ഒന്നും കൂടെ പുറകോട്ട് വരുമ്പോഴോ എക്സ് മൈനസ് 2d ആണ്. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് 540. ക്ലിയർ ആയോ? എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം ഈ -2dയും +2dയും കൂടെ ക്യാൻസലാവും. അതേപോലെ തന്നെ -dയും +dയും കൂടെ ക്യാൻസലാവും. അപ്പോൾ പിന്നെ ബാക്കി എന്തുണ്ട്? എത്ര എക്സ് ഉണ്ടെന്ന് നോക്കിക്കുക. 1 2 3 4 5. 5x = 540 എന്ന് എഴുതാമല്ലോ. ഇല്ലെങ്കിൽ x = 540 / 5 അല്ലെങ്കിൽ 108 എന്ന് കിട്ടിയില്ലേ. അതായത് മിഡിൽ ടേം ആണ് 108 ഡിഗ്രി. അപ്പോൾ മിഡിൽ ടേം = 108. ഇനി ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ആംഗിളാണ്? ആദ്യത്തേത് എക്സ് മൈനസ് 2d, രണ്ടാമത്തെ എക്സ് മൈനസ് ഡി, മൂന്നാമത്തതാണല്ലോ എക്സ്, അതാണല്ലോ മിഡിൽ ടേം. അപ്പോൾ തേർഡ് ടേം ആണല്ലോ, അല്ലെ തേർഡ് ആംഗിൾ ആണല്ലോ 108 ഡിഗ്രി എന്ന് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയില്ലേ. ഇനി രണ്ടാമത്തെ ആൻസർ നോക്കാം. ഇതാണല്ലോ നമ്മുടെ 5 ആംഗിൾസ്. അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് എക്സ് മൈനസ് 2d അല്ലേ 40 ഡിഗ്രിയും തന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ എക്സ് 108 കിട്ടി. 108 - 2d = 40. അല്ലെങ്കിൽ 2d എന്ത് കിട്ടും? 108 - 40, അതായത് 68 ആണ് 2d. അപ്പോൾ ഡി എത്ര വരും? 34 എന്ന് വന്നു. അങ്ങനാണെങ്കിൽ ഈ എക്സ് മൈനസ് 2d ആണ് 40. ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. നമുക്കറിയാം എക്സ് 108 ആണെന്നറിയാം, എക്സ് മൈനസ് 2d 40 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ഡി എത്രയാണ്? അതായത് ഈ 108ൽ നിന്ന് ഡി ആയ 34 സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 74 വന്നു. ഇനി എക്സ് പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 108ൻ്റെ കൂടെ ഈ 34 ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 142 എന്ന് വന്നു. ഇനി 142ൻ്റെ കൂടെ ഈ ഡി ആഡ് ചെയ്താൽ മതി അല്ലേ, എക്സ് പ്ലസ് 2d കിട്ടാൻ. അതായത് 176 എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36? അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ 36 വരുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ 36, പിന്നെ അതിൻ്റെ എക്സ് മൈനസ് ഡി, ഈ എക്സ് മൈനസ് ഡി എന്നുള്ളത് നമ്മൾ എഴുതിയില്ല. പിന്നെ എക്സ് എന്നുള്ള 108 ആണെന്നറിയാം. പിന്നെ മറ്റേത് രണ്ടും കൂടെ കണ്ടുപിടിക്കണം. ഇനി ഇത്രയും മാത്രം എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് ഇത് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 108ഉം 36ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 144 വന്നു. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 72 ആണ്. അത് കിട്ടി. ഇനി ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര വന്നു? ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എത്ര വന്നു? 36 വന്നു. അപ്പോൾ ഇവിടെ 108ൻ്റെ കൂടെ 36 ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 144. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോഴോ 180 വന്നു. ഇനി ഇത് നോക്കിക്കേ, ഇതൊരു പെൻറ്റഗണിൽ വരുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 180 എന്ന് പറയുന്നത് ആംഗിൾ എന്താ? സ്ട്രെയിറ്റ് ആംഗിളാണ്. സ്ട്രെയിറ്റ് ആംഗിളാണ് 180 ഡിഗ്രി. ഒരു പെൻറ്റഗണിൽ 5 കോണുകളുണ്ടല്ലോ, 5 ആംഗിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ഫോം ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അത് പെൻറ്റഗൺ ആകുകയില്ല. അതുകൊണ്ട് ഈ 36 എന്ന ആംഗിൾ വരികയില്ല. മനസ്സിലായല്ലോ?